ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു 1 pot ചിക്കൻ മന്തി റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ, ഓണിയൻ, ഗാർലിക്, ജിഞ്ചർ പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലീസ് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. അതിലേക്ക് ഒരു മാഗി ക്യൂബും ഒരു ഹോൾ ലെമൺ സ്ക്വീസ് ചെയ്ത് ജ്യൂസും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട സ്പൈസസ് എല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ നല്ല അരോമ വരുന്നത് വരെ റോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എങ്കിലേ നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ സ്പൈസസ് ആഡ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചേഴ്സ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ ഞാനൊരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് മിന്റ് ലീവ്സ്, കൊറിയാണ്ടർ ലീവ്സ്, ഒരു ഹോൾ ഡ്രൈഡ് ലെമൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നുപോയില്ലേ. അതിനുശേഷം ഇതെല്ലാം കൈകൊണ്ട് നന്നായി തിരുമി ഒരു 1 hour എങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മസാല ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതേ മസാലയിൽ തന്നെയാട്ടോ നമ്മൾ റൈസും കുക്ക് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ഒരു 3/4 വേവായി കഴിയുമ്പോൾ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്ന റേഷ്യോയിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഓൾറെഡി നമ്മുടെ ചിക്കൻ കുക്കായ മസാലയും വെള്ളവും ഉണ്ട്. അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്യുമ്പോഴത്തേക്കും സൂക്ഷിച്ച് ആഡ് ചെയ്യണം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് ലൈറ്റ് ആയിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മുകളിൽ ലെയർ ചെയ്ത് കുറച്ച് ഗ്രീൻ ചില്ലീസും കുത്തി കൊടുക്കാം. സൈഡിൽ ഒരു ഡീപ്പ് സ്മോക്കി ബാർബിക്യൂഡ് അരോമ കിട്ടാനായിട്ട് ഞാനൊരു ചെറിയ പീസ് കോൾ കത്തിച്ചകത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യമ്മി മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ആകെ കുറച്ച് പണിയുള്ളത് സ്പൈസസ് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതാണ്. അതിന് മടിയുള്ളവരാണെങ്കിൽ റെഡിമെയ്ഡ് മസാല വാങ്ങിക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഫ്ലേവർഫുൾ ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്.